അർഹരായ വോട്ടേഴ്സിനെ വ്യാപകമായി വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയെന്ന് തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞ ബീഹാറിലെ ഗ്രാമമാണ് ജമുയി ജില്ലയിലെ ധരംപൂർ. 180-ലേറെ പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയെന്നാണ് ഗ്രാമത്തിൽ നിന്നെത്തിയവർ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞത്. ഈ ധരംപൂർ ഗ്രാമത്തിലെത്തി ഗ്രാമീണരെ 24 വാർത്താ സംഘം കണ്ടു. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. फिर भी काटा 3 बार मैं जमा किया स्कूल में जाके। अच्छा, फिर भी नाम नहीं आया। यहाँ टोटल लगभग 187 लोगों का नाम कटा है। 187 जबकि 2 बार डॉक्यूमेंट्स दिया गया, एक नहीं 2 नहीं 3 डॉक्यूमेंट्स सब दिया गया, उसके बाद भी काटा गया. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയെന്നും പലരും ഇത്തരത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചത്. അവിടെ നിന്നുള്ളൊരു കുടുംബത്തെ തന്നെ ഈ വാർത്താ സമ്മേളന വേദിയിൽ രാഹുൽ ഗാന്ധി എത്തിച്ചിരുന്നു. അവർ ഇത്തരത്തിൽ അവരുടെ വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടു എന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. ആ ഗ്രാമത്തിലാണ് 24 വാർത്താ സംഘം എത്തിയത്, അവിടുത്തെ ഗ്രാമവാസികളെ കണ്ടത്. അങ്ങനെ രേഖകൾ നൽകിയിട്ടും പലരുടെയും പേരുകൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഗ്രാമവാസികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ബീഹാറിൽ വോട്ടെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അതിന് തൊട്ടു മുന്നോടിയായിട്ടായിരുന്നു ഇന്നലെ രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു ആരോപണം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം ഹരിയാനയിലെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തൊട്ടു പിന്നാലെ ബീഹാറിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു പക്ഷേ സംഭവിക്കുന്നുണ്ടാകും എന്നുള്ള തരത്തിലാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ആളുകളുടെ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതും അവരുടെ പേരുകൾ ഒഴിവാക്കി അത് മനഃപൂർവ്വമാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹം ആരോപണം ഉന്നയിച്ചതും ഒപ്പം ആ ഗ്രാമവാസികളെ അവരെ ആ വേദിയിലെത്തിച്ച് ഇക്കാര്യങ്ങൾ അവരെ കൊണ്ട് സംസാരിപ്പിച്ചതും ആ ഗ്രാമത്തിലാണ് 24 സംഘം എത്തിയത്. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അവിടുത്തെ ഗ്രാമവാസികളിൽ ചിലരെങ്കിലും ശരിവെക്കുന്നുണ്ട്. ഈ രേഖകൾ നൽകിയിട്ടും ഒഴിവാക്കപ്പെട്ടു എന്നവർ പറയുന്നുണ്ട്. ഈ ധരംപൂർ ഗ്രാമത്തിലെത്തിയ ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവർ ശരിവെക്കുകയാണോ? പൂർണ്ണമായി തന്നെ ഈ രേഖകൾ നൽകിയിട്ടും ഒഴിവാക്കിയെന്നാണോ ശ്രീനാഥ്? ഉന്മേഷം, അങ്ങനെയാണ് ഈ നാട്ടുകാർ നമ്മളെടുത്ത് പറയുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് നമ്മൾ ഈ പട്നയിൽ നിന്ന് ഏതാണ്ട് 160 കിലോമീറ്റർ യാത്ര ചെയ്ത് ജമുയി ജില്ലയിലുള്ള ഈ ധരംപൂർ എന്ന ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ഏതാണ്ട് 800-ലേറെ വോട്ടർമാർ ഇവിടെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ ഏതാണ്ട് 180-ലധികം പേരുടെ വോട്ടെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി എന്നതാണ് നാട്ടുകാർ പറഞ്ഞത്. അത് നേരിട്ട് അറിയാൻ വേണ്ടി നമ്മൾ വീടുകളിലേക്ക് നമ്മൾ ചെന്നിരുന്നു. ഓരോ വീട്ടിലെത്തുമ്പോഴും അവിടെ ചുരുങ്ങിയത് ഒരാളുടെയെങ്കിലും വോട്ട് റദ്ദാക്കപ്പെട്ടതായാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇവരൊക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചെയ്തിരുന്നു എന്നതാണ് അവർ പറയുന്നത്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും അവരുടെ പട്ടികയിൽ നിന്ന് അവരുടെ പേര് മാറ്റുകയും ചെയ്തു. SIR-മായി ബന്ധപ്പെട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ അവർ ഭാഗവാക്കായിട്ടുണ്ട്. അവർ രേഖകൾ കൊടുത്തു എന്നതാണ് പറയുന്നത്. ആവശ്യപ്പെട്ട രേഖകളെല്ലാം കൈമാറിയതാണ്. 3 തവണ അതുമായി ബന്ധപ്പെട്ട് രേഖകൾ സമർപ്പിച്ചിട്ടും അവരുടെ വോട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അവർ പറയുന്നത്. അതിന് പിന്നിൽ ബോധപൂർവമായ ശ്രമമുണ്ട്. കൂട്ടത്തോടെ ഈ ഗ്രാമത്തിലെ ആളുകളുടെ വോട്ട് ഇല്ലാതാക്കി എന്ന ആരോപണമാണ് ഈ നാട്ടുകാർ പങ്കുവെക്കുന്നത്. ഒരു കുടുംബത്തിൽ ചുരുങ്ങിയത് ഒരാളെങ്കിലും എന്ന നിലയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ചില വീട്ടിലെ 4 പേരുടെയും വോട്ട് റദ്ദാക്കപ്പെട്ട അനുഭവം നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ അവർ തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഒരു വ്യാപകമായ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കൽ ഈ മേഖലയിൽ നിന്ന് നടന്നു എന്നതാണ് ആ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഗുരുതരമായ ആരോപണങ്ങളിൽ എന്താണ് ന്യായവാദം പറയാൻ പോകുന്നത് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. കാരണം അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ്. എന്ത് കാരണം പറഞ്ഞാണ് ഈ ആളുകളുടെ വോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്നതിനെ കുറിച്ചൊരു വ്യക്തത യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തരേണ്ടത്. ഉന്മേഷം. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണം ആ പ്രദേശവാസികൾ ശരിവെക്കുന്നു എന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.